അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, മലപ്പുറം വിഭജിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യവുമായിട്ട് വന്നിട്ടുണ്ട് ചില സംഘടനകൾ. എന്തായാലും നമുക്ക് ജെമിനിയോട് ചോദിക്കാം എന്തുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഒരു ആവശ്യം വെക്കുന്നുണ്ട് എന്നുള്ളത്. മലപ്പുറം വിഭജിക്കണം എന്ന് പറഞ്ഞിട്ട് ആവശ്യവുമായിട്ട് ചില സംഘടനകൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജെമിനി അങ്ങനത്തെ ഒരു ആവശ്യം ഇവർ വെക്കുന്നത്? എന്താണ് അതിൻ്റെ കാര്യം? ഇപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടോ? നോക്കാം നമുക്ക് എന്താണ് പറയുന്നത്. ജെമിനിക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. മലപ്പുറം ജില്ലയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുതിയതല്ല. പ്രധാനമായും ഇൻടു എക്സ്, DPI, SDPI, സ്റ്റാർ, മുസ്ലിം ലീഗ് തുടങ്ങിയ സംഘടനകളും ചില പ്രാദേശിക കൂട്ടായ്മകളുമാണ് ഈ ആവശ്യം പലപ്പോഴായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ആവശ്യത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളും നിലവിലെ സാഹചര്യവും താഴെ പറയുന്നവയാണ്. 1. ജനസംഖ്യാ ആധിക്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. ഏകദേശം 45 ലക്ഷത്തിന് മുകളിൽ. ഇത്രയും വലിയൊരു ജനവിഭാഗത്തിന് സേവനങ്ങൾ എത്തിക്കാൻ ഒരു ജില്ലാ ഭരണകൂടത്തിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് പ്രധാന വാദം. 2. ഭരണപരമായ സൗകര്യം. ജില്ലയുടെ ഒരറ്റത്ത് നിന്ന്, ഉദാഹരണത്തിന് നിലമ്പൂർ ഭാഗം, സിവിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന മലപ്പുറം നഗരത്തിലേക്ക് എത്താൻ വലിയ ദൂരവും സമയവും ആവശ്യമാണ്. ജില്ല വിഭജിച്ച് പുതിയൊരു ജില്ല, പലപ്പോഴും തിരൂർ കേന്ദ്രമാക്കി രൂപീകരിച്ചാൽ ഭരണം ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കും എന്ന് ഇവർ വാദിക്കുന്നു. 3. വികസനത്തിലെ അസമത്വം. മലപ്പുറം ജില്ലയ്ക്ക് അർഹമായ വികസന ഫണ്ടുകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ സ്കൂളുകൾ, +2 സീറ്റുകൾ ജനസംഖ്യാനുപാതികമായി ലഭിക്കുന്നില്ല എന്ന പരാതി ശക്തമാണ്. ജില്ല വിഭജിച്ചാൽ കൂടുതൽ ഫണ്ടുകളും പുതിയ തസ്തികകളും ഓഫീസുകളും വരുമെന്നും അത് വികസനത്തിന് വേഗത കൂട്ടുമെന്നും ഈ സംഘടനകൾ വിശ്വസിക്കുന്നു. നിലവിലെ സാഹചര്യം. നിലവിൽ ഈ ആവശ്യത്തോട് സർക്കാരുകൾ അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ വിയോജിപ്പ്. വിഭജനം വർഗീയമായ ചേരിതിരിവിന് കാരണമാകുമെന്ന് ഭയന്ന് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല. സാമ്പത്തിക ബാധ്യത. പുതിയൊരു ജില്ല രൂപീകരിക്കുക എന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഒന്നാണ്. ബദൽ മാർഗങ്ങൾ. ജില്ല വിഭജിക്കുന്നതിന് പകരം താലൂക്കുകൾ വിഭജിച്ചും പുതിയ RDO ഓഫീസുകൾ തുടങ്ങിയ ഭരണാധികാര വികേന്ദ്രീകരണം വഴിയും പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താങ്കളെ പോലെയുള്ള ഒരാൾക്ക് അറിയാവുന്നതുപോലെ ഇത് പലപ്പോഴും വൈകാരികമായ ഒരു ചർച്ചയായി മാറാറുണ്ട്. എന്നാൽ വികസനപരമായ കാര്യങ്ങൾ മുൻനിർത്തിയാണ് പലരും ഈ ആവശ്യത്തെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രത്യേക സംഘടനയുടെ വാദങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയും. മറ്റുള്ള ജില്ലയിനേക്കാളും ആനുകൂല്യം വളരെ കുറവാണോ നമ്മുടെ മലപ്പുറത്തിന് കിട്ടുന്നത്? എന്താണ് ജെമിനിയുടെ അഭിപ്രായം? മലപ്പുറം ജില്ലയ്ക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് ജനങ്ങൾക്കിടയിലെ ഈ വികാരം നേരിട്ട് ബോധ്യമുണ്ടാകുമല്ലോ. ഇതിനെ കേവലം രാഷ്ട്രീയമായി കാണുന്നതിനേക്കാൾ ഉപരി കണക്കുകൾ നിരത്തി പരിശോധിച്ചാൽ ചില വസ്തുതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇക്കാര്യത്തിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പോയിന്റുകൾ ഇവയാണ്. 1. ജനസംഖ്യയും വിഭവ വിതരണവും. കേരളത്തിലെ മറ്റു പല ജില്ലകളെക്കാളും ജനസംഖ്യ മലപ്പുറത്തുണ്ട്. എന്നാൽ സർക്കാർ ഫണ്ടുകൾ പലപ്പോഴും ജില്ല എന്ന യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയാണ് അനുവദിക്കാറുള്ളത്. ഉദാഹരണത്തിന് ഒരു ചെറിയ ജില്ലയ്ക്ക് ലഭിക്കുന്ന അതേ പരിഗണന 45 ലക്ഷം ആളുകളുള്ള മലപ്പുറത്തിന് ലഭിക്കുമ്പോൾ പ്രതിശീർഷ കണക്കിൽ പെർ ക്യാപിറ്റ അത് വളരെ കുറഞ്ഞു പോകുന്നു. 2. വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SSLC വിജയിക്കുന്നത് മലപ്പുറത്താണ്. എന്നാൽ ഇവർക്ക് ആനുപാതികമായി ഉപരിപഠനത്തിന് +2 ബിരുദം സീറ്റുകൾ ജില്ലയിലില്ല. ഓരോ വർഷവും സീറ്റുകൾക്കായി കുട്ടികൾക്ക് സമരം ചെയ്യേണ്ടി വരുന്നത് വിഭവ വിതരണത്തിലെ ഈ കുറവ് മൂലമാണ്. 3. നല്ല അരിഭക്ഷണം കഴിക്കുന്നവർ കേൾക്കുക ഈ ഒരു വാർത്ത. ആരോഗ്യ മേഖല. ജനസംഖ്യയ്ക്ക് ആനുപാതികമായ സർക്കാർ ആശുപത്രികളോ ബെഡുകളോ ഡോക്ടർമാരുടെ എണ്ണമോ ജില്ലയിൽ കുറവാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും അത് ഇത്ര വലിയൊരു ജനവിഭാഗത്തിന് പര്യാപ്തമല്ല. എന്താണ് പരിഹാരം? എന്റെ നിരീക്ഷണം. മലപ്പുറം ജില്ല നേരിടുന്ന ഈ പ്രശ്നത്തിന് പ്രധാനമായും 2 പരിഹാരങ്ങളാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളത്. ജില്ലാ വിഭജനം. ജില്ല 2ആയി വിഭജിച്ചാൽ 2 കളക്ടറേറ്റുകൾ, 2 ജില്ലാ ആശുപത്രികൾ, കൂടുതൽ പോലീസ് സ്റ്റേഷനുകൾ, കൂടുതൽ വികസന ഫണ്ടുകൾ എന്നിവ ലഭിക്കും. ഇത് ഭരണം എളുപ്പമാക്കും. സ്പെഷ്യൽ പാക്കേജുകൾ. വിഭജനം നടന്നില്ലെങ്കിൽ പോലും മലപ്പുറത്തെ ജനസംഖ്യ കണക്കിലെടുത്ത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ പ്രത്യേക പാക്കേജുകൾ സർക്കാർ അനുവദിക്കേണ്ടതുണ്ട്. ഒരു ജില്ലയ്ക്ക് ഒരു യൂണിറ്റ് എന്നതിന് പകരം ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള വിഹിതം എന്ന രീതിയിലേക്ക് മാറുന്നത് ഗുണകരമാകും. കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ താങ്കളെ പോലെയുള്ളവർക്ക് അറിയാവുന്നതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കണമെങ്കിൽ ഭരണപരമായ വികേന്ദ്രീകരണം അത്യാവശ്യമാണ്. മലപ്പുറത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ക്യാമ്പയിനുകൾ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ കണക്ക്
അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ, മലപ്പുറം ജില്ലയോട് വർഷങ്ങളായിട്ടാണ് നീതി പുലർത്താതെ ഓരോ സർക്കാരും വന്ന് പോകുന്നത്. പറയാൻ പോയി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനൊക്കെ വലിയ മന്ത്രിമാരും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ആനുകൂല്യം എന്ന് വരുമ്പോൾ ഒരു തേങ്ങയും മലപ്പുറത്തിന് കിട്ടുന്നില്ല. പക്ഷെ മറ്റുള്ള ആളുകൾ, മറ്റുള്ള പാർട്ടിക്കാർ വർഗീയതയൊക്കെ പറയുന്നത് മലപ്പുറത്ത് തന്നെ അത് കൊടുക്കുന്നു, മലപ്പുറത്ത് ഇത് ഉണ്ട്. അതെല്ലാം അവർ സ്വന്തമായിട്ട് ഈ മുസ്ലിം സംഘടനയിലുള്ള ആളുകൾ പിരിച്ചുകൊണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമാണ്. മനസ്സിലായോ? അവിടെ ചെയ്യുന്ന പോലെ സാമൂഹിക പ്രവർത്തനവും അതുപോലെ കാരുണ്യ പ്രവർത്തനവും മറ്റുള്ള ഒരു ജില്ലയിലും ചെയ്യുന്നില്ല. ഇത് ഒപ്പിടാം. മനസ്സിലായോ? അപ്പോൾ ഈ മലപ്പുറം ജില്ല ഈ പറയുന്ന പോലെ 45 ലക്ഷം 46 ലക്ഷം ആളുകളാണ് ഒരു ജില്ലേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല കാര്യത്തിനും നിൽക്കണമെന്നുള്ളത്. അപ്പോൾ ഇതൊരു മനസാക്ഷിയില്ലാതെ എന്ത് ചെയ്യുന്നു, എല്ലാ ആനുകൂല്യങ്ങളും തടയുന്നു. ഇപ്പോൾ ഏറ്റവും ചെറിയ ജില്ലയായ ഇപ്പോൾ ആലപ്പുഴയൊക്കെ എടുത്ത് നോക്കിക്കോ. ആലപ്പുഴയിൽ വളരെ തുച്ഛമായ ആളുകളെ ഉള്ളൂ, പക്ഷെ അവർക്ക് എല്ലാ സൗകര്യവും അവിടെ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ മറ്റുള്ള ജില്ലകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ മലപ്പുറത്ത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന അതേ ആനുകൂല്യം ഇവിടെ കിട്ടുന്നുണ്ടെങ്കിലും അത് തികയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം അത്രമാത്രം ജനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതിന് പരിഹാരം ചെയ്യേണ്ടത് നിർബന്ധമാണ്. പക്ഷേ ഇവിടെ മതപരമായി നോക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചില മുസ്ലിം സംഘടനകളെ നോക്കിയിട്ട് ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ മലപ്പുറം വഴി കൂടെയൊക്കെ പല സ്ഥലത്തിലേക്കും പോയിട്ടുണ്ട്. റോഡും കാര്യങ്ങളൊക്കെ വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. മറ്റുള്ള നമ്മൾ ഈ കൊച്ചി ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ പോക്കറ്റ് റോഡ് പോലും വളരെ മനോഹരമായി ചെയ്തു കൊടുത്തിരിക്കണം. പക്ഷേ ഈ മലപ്പുറം ജില്ല, ഇപ്പോൾ നിങ്ങൾ കരുവാരമുണ്ടൊക്കെ നിങ്ങൾ ഒന്ന് പോയി നോക്കിയാൽ മതി. അത്രയും വർഷം പഴക്കമുള്ള റോഡുകൾ അവിടെ ഇപ്പോഴും കുണ്ടും കുഴിയായി ജനങ്ങൾ നരക അനുഭവിക്കുന്ന രീതിയിലാണ് ഈ വണ്ടിയും കൊണ്ട് പോകുന്നതും വരുന്നതൊക്കെ. അപ്പോൾ അവിടുത്തെ എനിക്ക് മനസ്സിലാകുന്നില്ല, അവിടുത്തെ ഈ MP-മാരും MLA-മാരും മറ്റുള്ള പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇവരൊക്കെ അവിടെ എന്താ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ജെമിനിയുടെ അഭിപ്രായം കേട്ടല്ലോ. ഒരുപാട് ആൾ താമസമുള്ളതുകൊണ്ട് പല ആനുകൂല്യങ്ങളും മറ്റുള്ള ജില്ലകൾക്ക് കിട്ടുന്ന പോലെ ഇവിടെ കിട്ടിയാലും ഒന്നും തികയില്ല എന്നുള്ളതാണ് ജെമിനി പറയുന്നത്. ഇനി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്തോട്ട് കമൻറ്റിൽ പറയുക. ഇപ്പം മലപ്പുറം ജില്ല നമുക്ക് വിഭജിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ മറക്കാതെ കമൻറ്റിൽ പറയുക.